ആസ് യു ഓൾ നോ, എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. എന്തുകൊണ്ടാണ് രേണു സുധി ദ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതെന്നുള്ളത്. ഞാനത് വീണ്ടും റീപോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്തുള്ള ഞാൻ എടുത്തു വെച്ചൊരു ഇൻ്റർവ്യൂവിൻ്റെ കോണ്ടൻറ്റ് അവർ ഭയങ്കരമായിട്ട് റൈറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേണ്ട, ഇനിയിപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ എങ്ങനെ ഇട്ടാലും ഏത് രീതിയിലിട്ടാലും ആ ഒരു റൈറ്റ്സ് അവർ ഡിമാൻഡ് ചെയ്യും. പിന്നെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞത്. ഞാൻ ആ കോണ്ടൻറ്റിനകത്ത് പറഞ്ഞ കാര്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് രേണു സുധി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആകണമെന്നാണ്. ഓക്കെ, ഇനിയിപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയതിനു ശേഷം വീഡിയോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അപ്പം ചെയ്യാം. എടാ, ഇതൊരു ഒരു കൈൻഡ് ഓഫ് ലൂപ്പ് ബാൻഡ് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ കപ്പിൾ ഓഫ് പീപ്പിൾ. ഓക്കെ, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളാണ്. കണ്ടസ്റ്റൻ്റായിട്ട് പോകാൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതിലേക്ക് പോയത്, അതിൻ്റെ ഒരു പ്രോസസ്സും പ്രൊസീജിയറും ബാക്കിയുള്ളവർ കയറിയതിൻ്റെ പ്രോസസ്സും പ്രൊസീജിയറൊക്കെ എനിക്കറിയാമല്ലോ. സോ ഇപ്പോൾ നടക്കുന്ന കുറേ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഐ ബ്ലഡി വെൽ നോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ നിങ്ങളിപ്പോൾ കോൺട്രവേഴ്സിയിൽ കാണുന്ന പല ഫേസുകളും ഇപ്പോൾ അടുത്ത് വരുന്ന ബിഗ് ബോസ് സീസണിൽ നിങ്ങൾ കാണാൻ പോണ ഫേസസാണ്. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ബട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ കയറാൻ വേണ്ടി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ആരെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോയിൽ നിങ്ങൾ കയറി ഇറങ്ങി തിരിച്ചു വരുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ ചുമ്മാ കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ ബാധിക്കും. ഓക്കെ, പിന്നെ ഒരു കൊല്ലം കാത്തിരിക്കണം അടുത്തൊരു സീസൺ വരാൻ വേണ്ടിയിട്ട്. സോ ഓർഗാനിക്കലി ഉണ്ടാവുന്ന കോൺട്രവേഴ്സീസ് ആണ് നിങ്ങളുടെ ലൈഫ് ആൻഡ് നിങ്ങളുടെ പ്രൊഫഷൻ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഓർഗാനിക്കലി വരുന്ന കാര്യങ്ങൾ നമ്മളെ പോലും എന്താ പറയുക ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടോ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ വരുന്നതാണ്. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസും ഉണ്ടാവില്ല, സ്വന്തം ലൈഫും ഉണ്ടാവില്ല. ആദ്യമേ പറയുന്നു. അപ്പോൾ ഇത് ഇന്നലെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതുൽ വ്ളോഗ്സും അതുലും രേണുവും തമ്മിലുള്ള ചെറിയൊരു കശപിശ കൈൻഡ് ഓഫ് സാധനം ഇങ്ങനെ എയറിൽ നടക്കുന്നുണ്ട്. രേണു സുധി ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു സീനൊക്കെ അവരെന്നെ മീഡിയാസ് ഞാൻ ഇപ്പോഴും പറയുന്നു, രേണു സുധി പല സാഹചര്യങ്ങളിലായിട്ട് ക്യാമറ തൂക്കിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന അങ്ങനെ നടക്കുന്ന വ്ളോഗേഴ്സ് മറ്റൊരു റിയാക്ഷൻ ചാനൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. രേണു സുധി, ഓക്കെ, രേണു നിങ്ങളുടെ A to Z കാര്യങ്ങളിലേക്കുള്ള ആക്സസ് അപ്പം നിങ്ങൾ പറയും നിങ്ങൾ വിളിച്ചിട്ടല്ല അവർ വന്നേന്നുള്ളത്. ആര് മീഡിയാസ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴടക്കം എൻ്റെ പ്രൈവസിയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈവസിയാണ്. ആ പ്രൈവസി പോകുന്ന രീതിയിൽ ബാക്കിയുള്ള മീഡിയാസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കണം. രേണു സുധി പണ്ടത് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോ പറയാൻ പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്ക് നോ പറഞ്ഞാൽ അവരെന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മീഡിയം ഉണ്ട്, നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇന്നലെ വരെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾക്ക് അതിലിട്ടൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ. സോ നിങ്ങൾക്കതൊരു വൈഡർ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ചാനലുകളെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യണം. അവർക്കും നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ വ്യൂവർഷിപ്പാണ്. സോ അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു പ്രക്രിയയാണ്. അത് നാട്ടുകാർ കാണുമ്പോൾ നാട്ടുകാർ അവരുടെ പേഴ്സ്പെക്റ്റീവ് പറയുന്നു, കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയും. പിന്നെ അപ്പുറത്ത് തന്നെ നിങ്ങൾ പോയിരുന്നിട്ട് മുങ്ങിക്കരയും. പിന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അടിക്കും പിടിക്കും എന്ന് പറയും. സോ എനിത്തിങ് എവറിത്തിങ് നിങ്ങൾക്ക് ലൈം ലൈറ്റ് മതി ആണ് നിങ്ങളുടെ ഒരു ആവശ്യം എന്നുള്ളത്. എനിക്കിപ്പോൾ റീസെൻറ്റ് ആക്ടിവിറ്റീസ് കൊണ്ടു എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താണെങ്കിലും രേണു സുധി ഇന്നലെ മീഡിയന് കൊടുത്ത ബൈറ്റ് മൊത്തത്തിൽ വെച്ചിട്ടൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. മൊത്തം നാണം കെട്ടു. ഇനിയിപ്പോ ഒരു ജീവനല്ലേ, അതങ്ങ് പോയാലും കുഴപ്പമില്ല. ഇതിന് എന്നാണേലും ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ നേരെ കോർട്ടിൽ പോകും. ഞങ്ങളെ ഇവിടെ വന്ന് പേടിപ്പിച്ചു വിടുക. ഞങ്ങളെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ അവരെ കാര്യം ഇവിടെ വന്ന കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുക. അത് കോർട്ട് തീരുമാനിച്ചാൽ മതി. പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാനൊന്നും പോകുന്നൊരു വ്യക്തിയല്ല. എന്റെ ഫോട്ടോ ചെയ്ത ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേക്കോ. എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. ഞങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ജീവിക്കുന്നവരല്ലേ. ഇവിടെ അത് തീർക്കാൻ പറ്റത്തില്ല. കോടതി തീർക്കാൻ
തീർക്കാന്ന് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഇല്ല, ഞങ്ങൾ ചാടിച്ചു വിടുക. കോടതി തന്നെ പോവുക. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുവാർക്ക് എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കാം. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. സ്ത്രീകൾക്ക് നൽകേണ്ട ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ എത്ര വലിയ ആളാന്ന് പറയും ഒരു സ്ത്രീക്ക്. കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ, ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവർ പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിക്കാൻ ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ജോസ് നിന്ന് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്ത് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുലിനെ പൊക്കിയെടുത്ത് പറയുക വന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ? ഞങ്ങൾക്ക് നീതി വേണ്ടേ? പിന്നെ ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ ഈ പുറകെ നടക്കാൻ? ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു കോലും പിടിച്ചോണ്ട് ബ്ലോഗറാന്ന് പറഞ്ഞ് എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത്? കുഞ്ഞ് ന്യൂമോണിയ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഇവിടെ തിരുവല്ല സായത്തിന്റെ ആശുപത്രിയായിരുന്നു. എന്നെയും കുഞ്ഞിനെ മാത്രമേ ICU കേട്ടത്തില്ലായിരുന്നു. സൂചിച്ചാണ് ആരുമില്ലായിരുന്നു. അപ്പൊ അവിടെ കിടന്ന് എനിക്ക് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ഒരുതരം ഉറക്കമില്ലായ്മ വന്നതാണ്. ഇതാണ് ഈ സംഭവം. അല്ലാതെ എനിക്ക് ഞാനതിന് വെല്ലുവിളിച്ചല്ലോ. നിങ്ങൾ ഈ പറഞ്ഞവരടുത്ത് വെല്ലുവിളിച്ചല്ലോ. ഏത് സൈക്കാട്രിസ്റ്റിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർ പരിശോധിക്കട്ടെ. എനിക്ക് മാനസിക രോഗമാണെന്ന് അവർ തീരുമാനിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാൻ പോകുമ്പോൾ 10 ചാനലുകാരെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുമ്പോൾ പോലീസുകാർ മണ്ണന്മാരൊന്നുമല്ലല്ലോ. പുറത്ത് ചാനലുകാർ നിൽക്കുന്നവർക്ക് അറിയില്ലേ? ഒരു മനഃപൂർവ്വം ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ ഓൾറെഡി അതിലവിടെ ചെന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവൻ എന്തൊക്കെയാണോ കിട്ടിയിട്ടുള്ളത്, അവൻ ചെയ്ത വീഡിയോനകത്ത് എന്തൊക്കെയാണുള്ളത്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ച് കയറി ചെന്ന ഉടനെ സ്ത്രീ ആയതുകൊണ്ട് കേസ് എടുത്തിട്ട് അങ്ങാണ്ട് ആണിനെ സൈഡാക്കുന്ന സെറ്റപ്പ് ഇല്ല. ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ പ്രൂഫുകൾ കൊടുക്കാൻ പറ്റും. ഒരു വെർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി നിങ്ങളെ നിയമപരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള രീതിയിലൊരു സാധനം വരണം. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ പഠിച്ചതോട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ അതിന് ചെയ്ത വീഡിയോയിൽ ഒരു ബിഷപ്പിൻ്റെ വീഡിയോ ഉണ്ട്, ഒരു ഫ്രോഡ് ബിഷപ്പിൻ്റെ വീഡിയോ. ഞാൻ ഈ സൈഡിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വയ്ക്കാം. ഈ ഫ്രോഡ് ബിഷപ്പിൻ്റെ വീഡിയോൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കേസ് കൊടുക്കലും ബാക്കി ഈ കാണുന്ന ഗിമിക്കുകളൊക്കെ. രേണുവാണെങ്കിലും രേണുവിൻ്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റേബിൾ ഫേസിലാണ് ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തി. ഈ രേണുവിന് ഓവർ എക്സ്പോസ്ഡ് ആണ്, ഓവർ ഹൈപ്പ് സ്വയം. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും മലയാളം ഒരു ഫീൽഡും, ഫിലിം ഫീൽഡും പൊളിറ്റിക്കൽ ഫീൽഡിലും ഒരു ഫീൽഡും ഒരാളും ഇങ്ങനെ സെൽഫ് PR ചെയ്ത് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് നല്ലൊരു കാര്യമാണ്, ബട്ട് അതിനൊരു ബാഡ് എഫക്റ്റ് ഉണ്ട്. സെൽഫ് PR വേണം, എന്നാലും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്നെ തന്നെ PR ചെയ്യണം, എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബട്ട് ഇത് നമ്മൾ തന്നെ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയി പോകുന്ന പോലത്തെ ഒരു PR ചെയ്ത് കഴിഞ്ഞാൽ ആണ് സത്യത്തിൽ രേണുവിൻ്റെ കേസിൽ പറ്റിപ്പോയത്. രേണുവിന് ഇപ്പോൾ കാര്യങ്ങൾ പാളിപ്പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സൊസൈറ്റീൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് കുറേ ഇൻ്റർവ്യൂസ്, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം ഞാൻ കുറേ വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, എൻ്റെ നാട്ടിലും എൻ്റെ കുടുംബക്കാരിലും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എന്നെ അറിയാവുന്നവരുണ്ട്. ഞാൻ ലഹരിക്കെതിരെ സംസാരിക്കാറുണ്ട്, മദ്യപാനത്തിനെതിരെ സംസാരിക്കാറുണ്ട്, മതത്തിനെതിരെ സംസാരിക്കാറുണ്ട്, സ്ത്രീ വിഷയങ്ങൾ സംസാരിക്കും. ഞാൻ പല കാര്യങ്ങളിലും ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഞാൻ സംസാരിക്കാറുണ്ട്. എന്തേ ബാക്കി യൂട്യൂബേഴ്സിന് ഇവരാരും വോയിസ് അയച്ചു കൊടുക്കാത്ത? സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ നാട്ടിലിങ്ങനെയാണ്, അവൻ പേഴ്സണലി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആരും അയച്ചു കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല. ഈ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന പല ആളുകളും അവരിന്ന് സംസാരിക്കുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാർ ആ ചാനലിലോ അയച്ചല്ലോ അങ്ങനെ ഞാൻ അയച്ച ആരും കണ്ടിട്ടൊന്നുമില്ല. സോ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താ അറിയോ? ഇവിടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് രേണു. അത് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? ആ ക്രെഡിബിലിറ്റി. നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ ബ്രേക്ക് ചെയ്തു. അത് നിങ്ങൾ സെൽഫായിട്ട് ബ്രേക്ക് ചെയ്തതാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രശ്നം പറ്റുന്ന വെച്ചെങ്കിൽ നിങ്ങളെ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ്. അത് എക്സ്പോസ് ചെയ്യാൻ കുറേ ആളുകൾക്ക് താല്പര്യവും കാണും. ബിക്കോസ് സുധി ആൻഡ് രേണു നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 9 പേർക്കും ഇങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കില്ല. നിങ്ങളത് ഒരു എക്സെപ്ഷണൽ കേസാണ് ഞാൻ അറിഞ്ഞിടത്തോളം. ഓക്കെ, ആ എക്സെപ്ഷണൽ കേസ് ഇൻ ദ സെൻസ് ഒരു നോർമൽ മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, കല്യാണം കഴിക്കുന്നു, മേ ബി ആ കല്യാണം കഴിയുന്നു,
അയാൾ വേറെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചിലപ്പോൾ കല്യാണം ബ്രേക്ക് ചെയ്ത് അടുത്തൊരു കല്യാണം, അങ്ങനെ ഒരു ഇതൊക്കെ റെയറാണ്. ഈ കല്യാണം ബ്രേക്ക് ചെയ്ത് ഡിവോഴ്സ് എത്ര റെയറാണല്ലോ. അപ്പോൾ അതായത് നമ്മളൊരു 10 പേരെടുത്ത് കഴിഞ്ഞാൽ ഇത്ര പേര് ഡിവോഴ്സുകൾ ഉണ്ടാവും. നമ്പർ കൂടുതലായിരിക്കണം ഇപ്പോൾ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു ഏരിയയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10 ആളെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ കേസിൽ എന്താ വെച്ചാൽ സുധി ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി ലൈഫിൽ സുധി ഇരിക്കുമ്പോൾ തന്നെ സുധീൻ്റെ പേഴ്സണൽ ലൈഫ് കുറേ പ്രശ്നങ്ങളായിരുന്നു. അത് മദ്യപാനം കൊണ്ടുള്ള പ്രശ്നമുണ്ട്, പേഴ്സണൽ ലൈഫിൽ ഉണ്ടാക്കി വെച്ച കുറേ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യാതെ നിങ്ങളൊരു പോണ ലൈൻ ഉണ്ടായിരുന്നു. ആ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ അപ്പം റീല് കത്തി, സ്വന്തം പ്രൊഫഷൻ ചെയ്യുക, പോവുക, ആരെന്തോ നെഗറ്റീവ് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കുക, മിണ്ടാതെ പോവുക, അങ്ങനെ പോയാൽ മതിയായിരുന്നു. ഒരു സൈഡ് അങ്ങനെ പിടിച്ച് പോയിരുന്നെങ്കിൽ ലൈക്ക് ഫൈനായിരുന്നു. പക്ഷെ അതൊന്നൊക്കെ നിങ്ങൾ മാറിയിട്ട് ഐ എം എൻ അയൺ ലേഡി, ഞാൻ ഉരുക്ക് വനിതയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് എന്തായത്, പണി പാളിയത്. മനസ്സിലായോ? അപ്പോൾ അവിടെ അതിലേക്കൊന്നും ഈ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളത് ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ വരായികകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിയമപരമായിട്ട് നേരിടാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് അത് നേരിട്ട് മുന്നോട്ട് ചെയ്യാൻ നോക്ക്. ഇല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും വിസിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ആവശ്യം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിരം ഗിമിക്കുകൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിലുമായിട്ടുള്ള സീൻ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇവരുടെ ബാക്കി റീലും സാധനങ്ങളും പരിപാടികളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, ഇൻ്റർവ്യൂവും പരിപാടികളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇവരുടെ ഈ പറഞ്ഞ പാസ്റ്റ് ലൈഫ് അങ്ങനെ ഒരു സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത്. ആ യൂട്യൂബ് ചാനലിനകത്ത് വന്ന വീഡിയോനകത്ത് എഗെയിൻ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് സുധിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ സുധിയല്ലേ എനിക്ക് സെല്ല് ചെയ്തൂടെ? അതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സുധി മാത്രമാവും? സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. ആ വ്യക്തി ജനങ്ങളെ ചിരിപ്പിച്ചും ജനങ്ങളെ സന്തോഷിപ്പിച്ചും ജനങ്ങളാൽ വളർന്നൊരു വ്യക്തിയാണ് സുധി എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സുധിയുടെ ലൈഫിൽ, നിങ്ങൾക്ക് മാത്രമല്ല. ഓക്കെ, നിങ്ങളത് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടു കിടന്നോ, ദാറ്റ്സ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ആ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ ആളുകളെ വലിച്ച് കൊണ്ടുവന്നതാണ്. മനസ്സിലായോ? ആ ആളുകളെ വലിച്ച് നിങ്ങളെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ അതിൽ ഓഡിറ്റ് വയ്ക്കും. നിങ്ങൾ ഇത്രയൊക്കെ നടക്കുമ്പോൾ ഇന്നലെ വീണ്ടും എന്താ ചെയ്തറിയോ? സുധീൻ്റെ പഴയ ഡ്രസ്സ്, സുധീൻ്റെ പഴയ ഫോട്ടോ, സുധീൻ്റെ പഴയ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് വീണ്ടും ഒരു സാധനം. ഇവളന്ന് കുഞ്ഞ് എന്നെ കൊണ്ടുപോയി എനിക്ക് ആള് തന്നെ എടുത്തു തന്ന ഡ്രസ്സാണ് ഇത്. പിന്നെ ഇതിനകത്ത് ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു വരക്കിട്ടേക്കാണ് കേട്ടോ. ഞാൻ ഓരോ ഡ്രസ്സ് തപ്പുന്നതാണ്. ഇതിലെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ്. ഞാനൊന്നും അടുക്കി പെറുക്കി വെച്ചില്ല. വെച്ച് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും. എനിക്കിനി അടുക്കി പെറുക്കണം, ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സൂചിച്ചേണ്ട ഷൂസാണ്. ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി. ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ച ഷൂസാണ്. എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ അവസാനമായിട്ട് എടിമോനെ ഇത് വെച്ചേടി അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ്. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിയിട്ടില്ല. കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ കൈ, ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടില്ല. അതുപോലെ ഈ പാൻറ് ഇതുവരെയായിട്ടും അലക്കിയിട്ടൊന്നുമില്ല. അത് ഈ ബാഗ്, ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ്. ഇതിൽ ബ്ലഡ് ഉണ്ട്, ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട്, ഇതെല്ലാം ബ്ലഡാണ്. അപ്പം ഇതിപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ പറ്റിയത്. അപ്പം ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട്. കിച്ചുവിനുണ്ട്, അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ്, ഇത് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം. ഞാൻ കഴുകിയില്ല ഞാൻ. എന്തിനാണ്? ഏട്ടൻ്റെ അവസാനം ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു. സോ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ തലേന്ന് എൻ്റെ കൂടെ കിടന്നുറങ്ങിയപ്പം, അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് നടന്ന കൈലി അതുപോലെ ഏട്ടൻ്റെ ബനിയൻ ഇതായിരുന്നു തലേന്ന്. ഇത് പൂപ്പാന്ന് തോന്നുന്നു, പൂപ്പിൻ്റെ മണോ. കാരണം ഇന്ന് ഈ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല. രേണു, നിങ്ങൾ എടുത്തു വെച്ചോ, സാധനങ്ങൾ എടുത്തു വെച്ചോ, അതൊന്നൊരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഓർമ്മകൾ, മെമ്മറി, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്.
നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മെമ്മറീസിന് വേണ്ടി ഓരോ സാധനങ്ങൾ എടുത്ത് വയ്ക്കും. അത് കുറച്ച് ഇടയിൽ ആ ബ്ലഡുള്ള ആ ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം ബാഗ് കാണിച്ചല്ലോ. ചെറിയ കുട്ടിയല്ലേ അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ ആ ബ്ലഡ് പൂപ്പലുള്ള ബ്ലഡാന്ന് പറയുന്നു. കുട്ടിയാണ് അടുത്ത് നിൽക്കുന്നത്, അതിൽ തൊടുന്നുമുണ്ട്. സെൽഫായിട്ടും അത് ഹാമാണ് നിങ്ങൾക്ക്. കുട്ടിക്കും നിങ്ങളത് കഴിഞ്ഞ ശേഷം ആ കുട്ടീനെ തൊട്ടില്ലേ? പോയി പ്രശ്നേഷനെ പോലെ സാനിറ്റൈസർ ഇട്ട് കൈ കഴുകിയിട്ടൊന്നുമല്ലല്ലോ കുട്ടീനെ തൊടാൻ പോകുന്നത്, ആണോ? ആ ഡ്രസ്സിൽ ബ്ലഡ് ഉണ്ട്, ബാഗിൽ ബ്ലഡ് ഉണ്ട് എന്ന് പറയുന്നു. അത് പൂപ്പൽ പിടിച്ചതെന്ന് പറയുന്നു. കുട്ടികളൊക്കെ ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ളതായിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒട്ടും എന്താ പറയുക, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല? അക്സെപ്റ്റബിൾ അല്ല എനിക്ക്, അറ്റ്ലീസ്റ്റ് ഫോർ മീ. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ നാട്ടുകാരെടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇനി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിനായിരിക്കും ഏറ്റവും വലിയ കുറ്റം. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ഡയലോഗ്, ഞാൻ തീരണോ, ഞാൻ എൻ്റെ മക്കളെ വെച്ച് തീരണോ, എല്ലാവരും കൂടി തീർത്ത് കളയണോ? അപ്പുറം സൈഡിൽ പോയിരുന്നു പറയും ഞാൻ മറ്റേ ഉരുക്ക് വനിതയാണ്, അയൻ ലേഡിയാണ്, എനിക്ക് കമൻറ്റുകളൊന്നും ബാധിക്കുന്നില്ല. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ ഞാനത് തീർന്നു കളയാം, എല്ലാവരും കൂട്ടി ഞാനത് തീർന്നു കളയാം. ഒരു ഉരുക്ക് വനിതയും ഞാൻ തീരും അല്ലെങ്കിൽ ഞാൻ എല്ലാവരും കൂടിയും കൂട്ടി തീർക്കുന്നു പറയില്ല. മനസ്സിലായോ? ആരും പറയില്ല. നിങ്ങൾക്ക് ബാധിക്കുന്നില്ലേ, ഓടാവില്ലേ എന്ന് പറഞ്ഞു വിടണം. നിങ്ങൾ അത് ചെയ്യുന്നുമില്ല. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് എന്തായി? കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സുധിയുടെ തണലിലാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മരിച്ചുപോയ ഒരാളുടെ തണലിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എൻ്റെ തണലില്ല, ഞാൻ നല്ല മരിച്ചുപോയ ആളുടെ തണലിലല്ല എന്നുള്ള ഉത്തരം നിങ്ങൾ കൊടുത്തത്. എന്നിട്ടിപ്പോൾ ഇതെന്താ, ഇത് ആരെ തണലിലാണ് ഈ കണ്ടന്റ് കയറുന്നത്? ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് സുധി. സുധിയുടെ മരണം വരെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്. മരണം, ആ ഒരു മരണ സമയത്തുള്ള ഇമോഷൻ സാധനങ്ങളാണ് ആ മൊത്തം നാട്ടുകാരുടെ അടുത്ത് വീണ്ടും കാണിക്കുന്നത്. നാട്ടുകാർക്ക് ഇത് കാണണോ? കഷ്ടം. ഇതൊക്കെയാണ് എൻ്റെ അലമാരിൽ. പിന്നെ ഇത് ഫോട്ടോയാണ്, ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ്. ഇത് നമുക്ക് ഇവിടെ അടിക്കാൻ, ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്താ ജിപ്സം പ്ലാസ്റ്ററോ എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മളിവിടെ മാറ്റി മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്കാണ്. സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഇതായിരുന്നു എൻ്റെ സൂചേട്ടൻ. എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര ഭംഗി. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എന്താ പറയുക, ഇതെപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും. ഞാൻ അത് ആരും കാണിക്കാറില്ല. നാട്ടുകാരെ മൊത്തം കാണിച്ചു. ഫേവറേറ്റ് പിക്ക് ഇരിക്കുന്നത് ഒരു അലമാറേൻ്റെ മുകളിൽ ഏതൊക്കെയോ പിക്കിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ താത്തി വെച്ചൊരു സൈഡിൽ വെച്ചിട്ടുള്ളൂ. ഭിത്തിയിൽ ആണി അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റീസൺ ആയിരിക്കാം. ഏറ്റവും ഫേവറേറ്റ് പിക്ക് നമ്മളെന്താ ചെയ്യുക, ഒരു ടേബിളിൻ്റെ മുകളിലെങ്കിലും ചാരി വയ്ക്കും അല്ലേ? അല്ലെങ്കിൽ ഫേവറേറ്റ് പിക്ക് നമ്മൾ എടുത്തിട്ട് ആ അലമാറേൻ്റെ അകത്ത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലെങ്കിലും വയ്ക്കും. ഏറ്റവും ഫേവറേറ്റ് പിക്കുകൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അതവിടെ ഇരിക്കുന്ന കോലം കണ്ടപ്പോഴേ മനസ്സിലായി അത് ഭയങ്കര ഫേവറേറ്റാണ്. ഏട്ടൻ്റെ മീശ, ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു ചോദിച്ചേട്ടാ, മിസ് യു അമ്മ. അപ്പം ഇതൊക്കെ ഉള്ളൂ ഈ അലമാരിയെ പറ്റിയുള്ള വിശേഷങ്ങൾ. അലമാരി ഡ്രസ്സൊന്നും അധികം ഇല്ല കാണിക്കാൻ, അതുകൊണ്ടാണ് ഗൈസ്. ഇനിയും ദൈവം സഹായിച്ച് ഭാവിയിൽ കുറേ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ടാറ്റ ബൈ. ഒരു ഭാഗ്യം വരട്ടെ, കാണിക്കുകയാണെങ്കിൽ കാണിച്ചോ, വിഷയമൊന്നുമല്ല. കാരണം നമുക്ക് നല്ലതുണ്ടാകുമ്പോൾ നമുക്ക് കാണിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് നല്ലൊരു ലൈഫ് വരുമ്പോൾ നമ്മളത് കാണിക്കണം. ചീത്തതും മോശപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സീനുകളാണ് നമ്മൾ ശരിക്കും പുറം ലോകത്ത് കാണിക്കേണ്ടാത്ത ഒരു സംഗതി എന്ന് പറയുന്നത്. നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കാതിരിക്കുക. നല്ലത് വരുമ്പോൾ നിങ്ങൾ കാണിച്ചോ, കുഴപ്പമില്ല, നല്ലത് വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഈ ഒരു ഇമേജ്, അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക. അറ്റ്ലീസ്റ്റ് ഫോർ ടൈം സേക്ക് കുറച്ച് ഒരു ഇത്തിരി സമയത്തിന് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും പേഴ്സണൽ ലൈഫിൽ. ഇപ്പം കാണുന്ന പോലെയൊന്നുമല്ല, ഈ ഹൈപ്പിലൊന്നും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. വർക്കൊക്കെ കുറഞ്ഞ ആ പണിയായി പോകും. കാരണം ഈ നെഗിന് ഭയങ്കര സീനുണ്ട്. നെഗടിച്ച് ചിലർ പറയും നെഗ് വരട്ടെ. ഇപ്പം ഞാനും പറയുള്ളൂ നെഗറ്റീവ് വരട്ടെ കുഴപ്പമില്ല. പക്ഷെ ആ വരുന്നതിനൊരു രീതിയുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, അതിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്. നെഗ് വരാം, അതെങ്ങനത്തെ നെഗ് വരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്നെ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസിസം വരണം. നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അങ്ങനെ, ഒരു ഹെൽത്തി ക്രിറ്റിസിസം വരണം. കൺസ്ട്രക്റ്റീവായിട്ട് ഒരു ഹെൽത്തി ക്രിറ്റിസിസം തിരിച്ച് ഇങ്ങോട്ട് വരണം. അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റണം.
നിങ്ങൾക്ക് എന്താ അപ്പുറത്തെ സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്? അട്ടർ ഷെയ്മിങ്ങാണ് നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്മിങ് പോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് കൈവിട്ട് പോയൊരവസ്ഥ. നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം. സോഷ്യൽ മീഡിയ കുറച്ച് കുറയ്ക്കി. അതായത് ഒന്നുമില്ല, നിങ്ങളെ ചാനലിലിരുന്നു ബാക്കി മീഡിയാസിനെ വിളിച്ച് കാണിക്കുന്ന ഗിമിക്കെങ്കിലും ലേശം കുറയ്ക്കണം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കിട്ടിയ പോലെ ഒരു പോലീസുകാർക്ക് നെഗ് അടിക്കൂടെ ഉള്ള ചാനലുകാരൊക്കെ വിളിച്ച് കയറി ചെന്നെങ്കിൽ ഇപ്പോൾ അതിൽ എല്ലാ 10 ചാനലിനെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നെങ്കിൽ ഓനി വിളിച്ച് പുറത്തു. മനസ്സിലായോ? പിന്നെ അതുലിൻ്റെയും ഈ പറഞ്ഞ രേണുവിൻ്റെ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതിൽ പറഞ്ഞ വിഷയങ്ങളുടെ അതിൻ്റെ ഇടയിൽ കാണിക്കാൻ അവിടെ സാധനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? കാണിക്കാൻ കൃത്യമായ സാധനങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് പോയിട്ട് പറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാനോ ഒന്നുമില്ല. പിന്നെ ഡിഫമേഷൻ എന്ന് പറയുന്നത് പോലീസിൻ്റെ പരിധിയിൽ വെക്കേണ്ട സാധനമല്ല, കോർട്ടിൽ പോകണം. അത് നിങ്ങൾ കോർട്ടിൽ പോയി അടിക്കി, അവന് കോർട്ടിൽ പോയി കൊടുത്തോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും രേണുസുധീൻ്റെ വിഷയത്തിൽ എനിക്കറിയാൻ പാടില്ല ഇത് ഇനി ആരൊക്കെ എടുക്കും ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഫോർ ടൈം ബീങ് ഇതെനിക്കൊരു ലാസ്റ്റ് കോണ്ടന്റ് ആക്കാനാണ് താല്പര്യം. മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. ഓക്കെ, വ്യൂവർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്ന് വരുന്ന വ്യൂവർഷിപ്പ് എനിക്ക് വേണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു ഓർ എൽസ് ഐ വിൽ ലീവ്. പിന്നെ ബിഗ് ബോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോണ സമയത്ത് അവരെ നോക്കാമെന്നല്ലാതെ വേറെ ഇല്ലടേ, മതി. കാരണം എന്താ പറയുക, നമ്മളായിട്ട് ഇങ്ങനെ വിസിബിലിറ്റി കൊടുക്കുമ്പോഴാണ് തിരിച്ച് പരമപുച്ഛവും പരിഹാസവും വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിസിബിലിറ്റി നമ്മളെന്തിനു കൊടുക്കേണ്ട ആവശ്യം? വേണ്ട.